ജാക്കണ്ണ, അതെ, എനിക്ക് അണ്ണനോട് ഒരു കാര്യം പറയാണ്ട്. എന്താ ഷിൻചാനെ, എന്താ കാര്യം? അണ്ണാ, അണ്ണനിപ്പോ സ്വന്തമായിട്ട് ഒരു വീടൊക്കെ ഇല്ലേ? എനിക്കും സ്വന്തമായിട്ട് ഒരു വീട് വേണം. എന്തുട്ട്? നിനക്കും സ്വന്തമായിട്ട് വീടാ? അതെന്തിനാ? എടാ, നമുക്ക് ഇത്രയും വലിയ വീടില്ലേ? ഇത്രയും വലിയ വീടുണ്ട്. ഈ വീട്ടിൽ ഇഷ്ടം പോലെ റൂമുണ്ട്. വലിയ ബെഡ്റൂം ഉണ്ട്, വലിയ ഹാളുണ്ട്, വലിയ ഗ്യാരേജ് ഉണ്ട്, വലിയ ഗെയിമിംഗ് റൂം ഉണ്ട്. അതും പോരാണ്ട് ഇതാ ഇത്രയും വലിയ ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട്. പിന്നെന്തിനാ നിനക്ക് വേറെ വീട്? അതിന്റെ ആവശ്യമുണ്ടാ? ജാക്കണ്ണ, അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് സ്വന്തമായിട്ട് ഒരു സെപ്പറേറ്റ് വീട് വേണം. ആ ഡോറേമോനും സ്വന്തമായിട്ട് ഒരു സെപ്പറേറ്റ് വീടുണ്ട്. അതേപോലെ എനിക്കും വേണം. ജാക്കണ്ണ, പ്ലീസ് അണ്ണാ. ആണോ? എന്നാ ശരി, നിനക്കപ്പോ ഒരു സെപ്പറേറ്റ് വീട് പണിയാം. പിന്നെ വേറൊരു കാര്യം, വലിയ വീടൊന്നും പണിയില്ല ഏട്ടാ. ഒരു ചെറിയ വീട് മാത്രമേ പണിയുള്ളൂ. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ആ ജാക്കണ്ണ, അത് കുഴപ്പമില്ല. എനിക്ക് വലിയ വീടൊന്നും വേണ്ട. ഒരു ചെറിയ വീട് മതി. ചെറിയ വീടൊക്കെ ധാരാളം. ആണോ? എന്നാ ശരി, നിനക്കപ്പോ വീടൊക്കെ സെറ്റാക്കാം. ഞാൻ ആദ്യേ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനെ വിളിക്കട്ടെ, അവരോട് കാര്യങ്ങളൊക്കെ പറയട്ടെ. എന്നിട്ട് നിനക്ക് വീടൊക്കെ സെറ്റാക്കാം. ചെറിയ വീടായതുകൊണ്ട് കുഴപ്പമില്ല, അധികം പൈസ ഒന്നും വേണ്ടി വരില്ല. എടാ ജാക്കേ, നീയായിരുന്നാ? എന്താ വിളിച്ചേ? എന്താ കാര്യം? ഹലോ ചേട്ടാ, അതെ, എനിക്കൊരു വീടൊക്കെ പണിയണം. എൻ്റെ വീടിന് തൊട്ടടുത്ത് ഒരു ചെറിയ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു ചെറിയ വീട് പണിയണം. ചേട്ടനിപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ? വീട് പണിയാനാണോ? എന്നാ ശരി, ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാം. കുറച്ച് വർക്കേഴ്സായിട്ട് വരാം. നീ അപ്പോൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ആ ചേട്ടാ, ഞാൻ വെയിറ്റ് ചെയ്യാം. 5 minutes later. ഓക്കെ, ഇവിടെ അങ്ങനെ വർക്കേഴ്സൊക്കെ വന്നേക്കാ. എടാ ജാക്കേ, നിനക്ക് എങ്ങനത്തെ വീടാ പണിയണ്ടേ? വലിയ വീടാണോ ചെറിയ വീടാണോ? നിന്റെ കയ്യിൽ ആ വീടിന്റെ ഫോട്ടോ ഉണ്ടാ? ആ ഫോട്ടോ കാണിക്കണമെങ്കിൽ നമ്മൾ അതേപോലെ വീട് പണിയാം. ആ ചേട്ടാ, എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട്. ഇതുണ്ടില്ലേ? ഇതേപോലെ വേണം ഈ വീട് പണിയാനായിട്ട്. ആ, ഇതാണോ ആ വീട്? ഇതിപ്പോ കുഴപ്പമില്ലല്ലോ. ഇതൊരു ചെറിയ വീടല്ലേ? നമുക്കപ്പോ ഇന്ന് തന്നെ ഈ വീടിന്റെ പണി തീർക്കാൻ പറ്റും. ശരിക്കും ഒരു ദിവസം കൊണ്ട് ഈ വീട് പണിയാൻ പറ്റുമോ? എന്നാ പിന്നെ കുഴപ്പമില്ല. നിങ്ങളപ്പോ പണി സ്റ്റാർട്ട് ചെയ്യ്. ആർജയൊക്കെ വീടിന്റെ പണിയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഒരു ചെറിയ കണ്ടീഷൻ. നമുക്ക് പൈസ ഒന്നും വേണ്ട, പകരം ഒരു കാര്യം ചെയ്യ്. നീ എനിക്ക് ഒരു മോഡിഫൈഡ് സൂപ്പർ കാർ കൊണ്ടുതായോ? ഒരു മോഡിഫൈഡ് സൂപ്പർ കാർ തരാണെങ്കിൽ നമ്മൾ ഈ വീട് പണിയാം. എന്തുട്ട് മോഡിഫൈഡ് സൂപ്പർ കാറാ? എന്നാ ശരി, നിങ്ങൾക്ക് ഒരു സൂപ്പർ കാറൊക്കെ ഞാൻ സെറ്റാക്കാം. ചേട്ടന്മാരെ ഒരു കാര്യം ചെയ്യ്, ഈ വീട് പണി സ്റ്റാർട്ട് ചെയ്യ്. പണി കഴിയാറുമ്പോഴേക്കും ഞാൻ കാറും കൊണ്ടുവരാം. ഗൈസ്, ഇവിടെ ഇപ്പം ചേട്ടന്മാരെ വീടൊക്കെ പണിയെന്ന് പറഞ്ഞിട്ടാ. ഇന്ന് ഒരു ദിവസം കൊണ്ട് വീടിന്റെ പണി തീർക്കാന്നാ പറഞ്ഞേ. പക്ഷേ ഇതിനവർക്ക് പൈസ ഒന്നും വേണ്ടട്ടാ. അവര് പറയണത് അവർക്ക് മോഡിഫൈഡ് സൂപ്പർ കാർ വേണമെന്നാ. എന്നാ ശരി, നമുക്കൊരു മോഡിഫൈഡ് സൂപ്പർ കാർ സെറ്റാക്കാം. ഇവിടെ പിന്നെ അടുത്ത് ഒരു ഷോറൂം ഉണ്ട്. ഈ ഷോറൂമിൽ ഇഷ്ടം പോലെ സൂപ്പർ കാർ കിട്ടും. നമുക്ക് അവിടെ നിന്ന് ഒരു സൂപ്പർ കാർ മേടിക്കാം. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഷോറൂം. ഈ ബൈക്ക് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് പോയിട്ട് ഒരു കാറിങ് മേടിക്കാം. ഇവിടെ ഏതൊക്കെ കാറ് ഉള്ളതെന്ന് നമുക്ക് നോക്കി വെക്കാം. ഇതുണ്ടില്ലേ, ഇവിടെ ഒരു പോർഷയൊക്കെ ഉണ്ട്. പോർഷെ വലിയ കുഴപ്പമില്ല. നമുക്കപ്പോൾ ഈ കാറ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ ആ കാറ് പർച്ചേസ് ചെയ്തു. ഇനി അതിൻ്റെ ഡെലിവറി എടുക്കാം. ഡെലിവറി പിന്നെ ഷോറൂമിൻ്റെ ബാക്കിലാണ്. ലെറ്റ്സ് ഗോ. ഇതാണ് എൻ്റെ ബ്രാൻഡ് ന്യൂ പോർഷെ. ആ ചേട്ടൻ പക്ഷേ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അവർക്ക് മോഡിഫൈഡ് കാർ വേണമെന്ന്. ഇപ്പം ഇത് സ്റ്റോക്ക് കാറാണ്. നമുക്കപ്പോൾ ഈ കാറ് മോഡിഫൈ ചെയ്യേണ്ടി വരും. അതിപ്പോൾ കുഴപ്പമില്ല. ഇവിടെ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അതെൻ്റെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പാണ്. നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാം. എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ബെന്നിയാണ്. അവൻ എല്ലാ വണ്ടികളും പെടയായിട്ട് മോഡിഫൈ ചെയ്യും. അതും ഫ്രീ ആയിട്ട് ചെയ്യേ. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അല്ല, ഇതെന്തത്? ഇയാളെ എവിടെ നോക്കിയിട്ടാ വണ്ടി ഓടിക്കണേ? എൻ്റെ വണ്ടിയിൽ സ്ക്രാച്ച് വീണുമല്ലോ. ഇയാളെ ഞാൻ വെറുതെ ഓടില്ല. എന്നാ പിടിച്ചോ. ഓക്കെ, അങ്ങനെ ഇയാളുടെ കാര്യത്തിൽ തീരുമാനമായി. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടാ. എനിക്കിവിടെ 2 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടി. ഇപ്പൊ പോലീസുകാർ എൻ്റെ പിന്നാലെ വരിക. എടാ ജാക്കേ, നീ എന്നിട്ട് പണിയാൻ കാണിക്കണേ? നീയല്ലേ റോങ് സൈഡ് വണ്ടി ഓടിച്ചേ? എന്നിട്ട് അയാളുടെ മെക്കെട്ട് കയറാൻ നിൽക്ക്. അതെ, നിന്നെ ഞാൻ വെറുതെ ഓടില്ല. നിന്നെ നമ്മളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിടും.
ഏ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടേടേ അത്രയ്ക്കയ്യാ നിങ്ങളതിനെ ജീവനോടെ ഉണ്ടായാലല്ലേ. എന്നിട്ടായാലും ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇപ്പോൾ ഒരു പോലീസുകാരെയും വെറുതെ വിടണ്ട, എല്ലാത്തിനെയും തീർത്തളയാം. ചാവട അങ്ങോട്ട് ചാവ്. ഈ സിറ്റിയിൽ പോലീസിന്റെ ആവശ്യമില്ല. Meanwhile, ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ എല്ലാത്തിനെയും തീർത്തളഞ്ഞു, ഒരാളിനെയും ബാക്കി ചെല്ലുക. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോവാം. എൻ്റെ വണ്ടിയിൽ പിന്നെ ചെറുതായിട്ട് സ്ക്രാച്ചൊക്കെ വന്നു. ശരിക്ക് എൻ്റെ ഭാഗത്ത് തെറ്റുള്ളേ, ഞാനാണ് റോങ് സൈഡ് വണ്ടി ഓടിച്ചത്. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും നമ്മൾ വണ്ടി മോഡിഫൈ ചെയ്യാൻ പോവാ. അന്നേരം ആ സ്ക്രാച്ചൊക്കെ ശരിയാക്കാം. നമുക്ക് ഈ വണ്ടിയുടെ കളർ തന്നെ മാറ്റാം. ഓക്കെ, നമ്മളങ്ങനെ പിന്നീട് വർക്ക്ഷോപ്പിൽ വന്നേക്കാം. ഇനിയിപ്പോൾ ഈ വണ്ടിയെ പെടായിട്ട് മോഡിഫൈ ചെയ്യാം. നമുക്കാദ്യം വണ്ടിയുടെ കളർ മാറ്റാം. ഏത് കളർ കൊടുക്കുക? ബ്രൗൺ മതിയാ? ബ്രൗൺ വേണ്ട, ബ്ലൂ മതി. ബ്ലൂ കളർ വലിയ കുഴപ്പമില്ലേ? ഗ്ലാസ് ടിൻ്റ് അടിക്കാം, അതും ബ്ലൂ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഇനിയിപ്പോൾ വണ്ടിയുടെ അലോയ്സ് ഒക്കെ മാറ്റാം. ഏത് അലോയ്സ് വയ്ക്കുക? ഈ കാണുന്ന അലോയ്സ് വലിയ കുഴപ്പമില്ല. അലോയ്സിന് നമുക്ക് ഡാർക്ക് ബ്ലൂ കൊടുക്കാം. പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യണ പരിപാടി, നമുക്ക് ടയറിൻ്റെ സൈസൊക്കെ കൂട്ടാം. ഇപ്പം ഈ സൂപ്പർ കാറേ മോൺസ്റ്റർ ട്രക്കായിട്ട് മാറിയേക്ക. ഈ സ്റ്റിക്കർ ഒട്ടിക്കണ? സ്റ്റിക്കർ ഒട്ടിക്കാം, കിടന്നോട്ടെ. ഫ്രണ്ടിൽ, സൈഡിൽ, ബാക്കിൽ എല്ലായിടത്തും സ്റ്റിക്കർ ഒട്ടിക്കാം. അതും കൂടി അങ്ങനെ ചെയ്തേക്കാണ്. ഇനിയിപ്പോൾ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. സ്മോക്കിൻ്റെ കളറും ഡാർക്ക് ബ്ലൂ കൊടുക്കാം. ഓക്കെ, നമ്മളെങ്ങനെ ഈ വണ്ടി പെടായിട്ട് മോഡിഫൈ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോയിട്ടേ അയാൾക്ക് ഈ കാറ് കൊടുക്കാം. അയാൾക്ക് ഈ കാറ് എന്തായാലും ഇഷ്ടാവും, അത് ഉറപ്പാ. അയ്യോ, ഇതിപ്പോൾ എന്തായേ? എൻ്റെ വണ്ടി മറിഞ്ഞു വീണല്ലോ. നൈസായിട്ട് പണി പള്ളിട്ടാ. ഇനിയിപ്പോൾ ടോ ട്രക്ക് വിളിക്കേണ്ടി വരുമോ? സീനില്ല. എൻ്റെ വണ്ടി പഴയ പോലെയായി. ഞാൻ ഈ വണ്ടിയുടെ ടയറിൻ്റെ സൈസ് കൂട്ടിയില്ലേ, അന്നേരം ഈ വണ്ടിക്ക് ബോഡി റോള് കൂടിയിട്ടാ. വളയ്ക്കുമ്പോൾ നോക്കിയും കണ്ട് വളയ്ക്കണം, ഇല്ലെങ്കിൽ പണിപ്പാളേ വണ്ടി മറിഞ്ഞു വീഴും. എന്തെങ്കിലും ആട്ടെ. a few moments later. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാ. ഒരു മിനിറ്റ് ഗൈസ്, ഇത് നോക്കിയേ. ഈ വീടിൻ്റെ പണി കഴിഞ്ഞാ? ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞാ? അതെ, ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു മണിക്കൂർ പോലും ആയില്ല, അപ്പോഴേക്കും ഈ വീടിൻ്റെ പണി കഴിഞ്ഞുല്ലോ. ഈ വർക്കേഴ്സിന് എന്താ വല്ല മാജിക് ഉണ്ടാ? ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ മോഡിഫൈഡ് സൂപ്പർ കാറ് കൊണ്ടുവന്നു. എടാ ജാക്കേ, ഈ കാറ് കൊള്ളാലോ, നൈസായി ഉണ്ടിട്ടാ, ഒരു രക്ഷയുമില്ല. പോർഷെ പിന്നെ എൻ്റെ ഫേവറേറ്റ് കാറാണ്. എന്നാ പിന്നെ ശരിയപ്പോ, നമുക്കിനി പിന്നെ എപ്പോഴെങ്കിലും കാണാം. ഓക്കെ, അയാളെങ്ങനെ വണ്ടി എടുത്ത് പോയേക്കാണ് കേട്ടാ. എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല, ഇയാള് ഒരു മണിക്കൂർ കൊണ്ട് ഈ വീട് പണിതു. എന്നാലും എങ്ങനെയാണാവോ? എടാ ഷിൻചാനെ, ഈ വീട് എങ്ങനെയുണ്ട്? നിനക്ക് ഇഷ്ടായ? നീ പറഞ്ഞ ഡിസൈനിൽ തന്നെ നമ്മൾ വീട് പണിതുണ്ട്. ജാക്കണ്ണ, എനിക്ക് ഈ വീട് ഇഷ്ടായി, ഞാൻ പറഞ്ഞ പോലെ തന്നെ. ആടാ ഷിൻചാനെ, ഞാനിപ്പോൾ ഏതായാലും ഈ വീടിൻ്റെ അകത്ത് കയറട്ടെ. എനിക്കിതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണണം. ഇതാണ് ഈ വീടിൻ്റെ ഹാള്. ഇവിടെ പിന്നെ ഷിൻചാൻ്റെ കാർട്ടൂണൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ കിച്ചണും ഉണ്ട്, ഡൈനിങ് റൂമും ഉണ്ട്. ഇതേതാ റൂം? ഇതാ മറ്റേ വാർഡോബാന്ന് തോന്നുന്നുണ്ട്. ഇതേതായാലും കൊള്ളാം. വേറെ റൂമുണ്ടാ? ഇവിടെ റൂമുണ്ട്. ഇത് പിന്നെ ബാത്റൂമാ. ഇനിയിപ്പോൾ മേലേക്ക് കയറാൻ പറ്റും. ഇത് 2 നില വീടാണ്. മേലെ എന്തൊക്കെയുള്ളേ? ഇവിടെയും 2 റൂമൊക്കെ ഉണ്ട്. ഈ 2 റൂം ലോക്കാക്കി ഇട്ടേക്കാ. എന്താണാവോ? എന്തൊട്ടായാലും ഈ വീട് നൈസായിണ്ട്, ഒരു രക്ഷയുമില്ല. ചെറിയ വീടായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തെങ്കിലും ആവട്ടെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.